വണ്ടിയുണ്ട്, അപ്പൊ ആളുണ്ട്. എവിടെയായിരുന്നു ഇന്നലെ? ഞാൻ അത് പിന്നെ കള്ളും കുടിച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നു. കണ്ടാൽ അറിയാനുണ്ട്. എത്ര കുപ്പി തീർത്തു? ഹലോ, ഹലോ. മോളെ, ഈരമോളെ, മോളെ, ഈരമോളെ. ചേട്ടാ, അയാൾ അയാൾ ചേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം. അമ്മയെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. കേശവ, നീ ആ കരിക്കലം കുത്തി താഴെ ഇടട്ടോ. ചെത്താൻ 2 തെങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വാസം എന്ന് കേട്ടാണ് അവ വരാൻ തുടങ്ങണേ. നിങ്ങളെന്തിനാ ഇവിടെ? ഞാനൊരു കോക്കനട്ട് ബെവറേജ് എക്സ്ട്രാക്ടർ ആണ്. അമ്മായി, ഒരു ട്രാക്ടർ വന്നിരിക്കണോ? ട്രാക്ടറോ? നീയായിരുന്നോ ട്രാക്ടർ? ചെത്താൻ ഇന്ന് വരാ നാളെ വരാന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഞാനൊന്ന് ജലാലാബാദ് വരെ പോയി. അവിടെ എന്താ? ഒരു ജലാലുദ്ദീനെ കാണാൻ. അവിടുന്ന് കാശിക്ക് പോയി. വാശിക്ക് പോയതാ. ഏതാണ് ഈ പെൺകുട്ടി? ഒരു സഹായത്തിന് വന്നതാ. ബന്ധത്തിലെ കുട്ടിയാ ലത. 3 ആഴ്ചയായി വന്നിട്ട്. നീ വേഗം ചെന്ന് ചെത്താൻ നോക്ക്. ഞാൻ മിക്കവാറും വേറൊരു ടൂറിലായി. കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ പൂനെ, താനെ, സിംല, ഗുവാഹട്ടി. അവന് രാജസ്ഥാനിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്. രാജസ്ഥാനാവും. എങ്ങനെ മനസ്സിലായി? അല്ല, ജലാലാബാദിൽ ജലാലുദ്ദീനാവുമ്പോ രാജസ്ഥാനിൽ രാജസ്ഥാനാവില്ലോ. ബ്യൂട്ടിഫുൾ. അല്ല, ഇയാൾക്ക് മലമ്പുഴയിലുണ്ടോ കൂട്ടുകാരൻ? മലമ്പുഴയിൽ മലം. എന്തു പറ്റി? ഞാൻ ചെത്തട്ടെ. അതാ നല്ലത്. ഉച്ചയ്ക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. രാവിലെ തന്നെ പുറപ്പെട്ടു. നിന്റെ കാലിത്തീറ്റക്കാരനോടൊന്ന് വരാൻ പറയാറുന്നില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ശാന്തയുടെ മോള് ലത. നിനക്ക് ഓർമ്മയില്ലേ? ഓ, ഇവള് വലിയ പെണ്ണായി പോയി. വാ, ഇനി അകത്തേക്ക് കയറിയിട്ടാവാം വിശേഷങ്ങള്. ബാഗ് ഞാൻ എടുക്കാം ചേച്ചി. വാ. അമ്മേ, ഇത് നമ്മുടെ വാസല്ലേ? അതെ, ഹാപ്പി മീറ്റിംഗ് യു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാൻ ഗോമതി അമ്മേ. ഇന്ന് നല്ല ദിവസമല്ല. ചെത്തല് നാളെ തുടങ്ങാം ഐശ്വര്യമായിട്ട്.
ഒരു ചായ. അതെ ഗോനേട്ടാ, പച്ചക്കറി വാങ്ങിട്ട് വരാം. അമ്പജാശി, ഓർമ്മയുണ്ടോ ഈ മുഖം? എന്ത് ചേട്ടാ എങ്ങനെ ചോദിക്കണേ? സ്മരണ വേണം, സ്മരണ. നിന്റെ അമ്മ തോട്ടുമറക്കായലിൽ ബോട്ട് മുങ്ങി ചത്തപ്പോ ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് അല്ലേ? ആരാരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് ആശ്രമം ഉണ്ടായിക്കോട്ടെ എന്ന്, ആശ്രയം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അതിനിപ്പോ എന്താ? ഒരു ജോലിക്കാരിയായിട്ടല്ല നിന്നെ ഗോവിന്ദേട്ടൻ കാണുന്നത്. അതെനിക്ക് അറിഞ്ഞൂടെ ഗോവിന്ദേട്ടാ? അറിഞ്ഞാ മതി. അപ്പോ ആരെയും നോക്കാതെ ഇടമലം തിരിയാതെ പോണം. ചുറ്റും കൂടുന്ന വായി നോക്കി അമ്പോക്കയുടെ വലയിൽ വീഴല്ലേ. ഒന്ന് വീഴ്ത്താൻ വേണ്ടി പലരും നോമ്പ് നോറ്റ് നടക്കുക. വീഴല്ലേ, വീഴല്ലേട്ടാ. വീണല്ലോ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയാലും ഞാനിതങ്ങ് സഹിച്ചോളാവേ. എന്ത്? വെള്ളം വെള്ളം വെള്ളം. കയ്യേറ്റടയിലും പെട്ടു. എടാ, നീ എന്റെ സൈക്കിൾ നശിപ്പിച്ചല്ലോടാ. അവൾ വന്നിരിക്കുന്നു. ഇഞ്ചിപ്പാറ ഗ്രാമത്തിന്റെ നെഞ്ചിരിപ്പ് കൂട്ടാൻ ആ സുന്ദരി വീണ്ടും ആകതെയായിരിക്കുന്നു. ആര്? പറ പറ. നീരല്ലടോ, മീര. തെക്കേപ്പാടത്തെ ഗോമതി അമ്മയുടെ മകൾ മീര പരസ്യക്കമ്പനിയിൽ പണിയെടുക്കാൻ നഗരത്തിലേക്ക് പറന്നുപോയ പരസ്യക്കിളി. ഇഞ്ചിപ്പാറയുടെ കുളിര്. ആ കുളിര് മാറാക്കിളി വീണ്ടും ഇന്നാട്ടിലേക്ക് ചിറകടിച്ച് പറന്ന് മടങ്ങി വന്നിരിക്കുന്നു. ഏകാന്ത പതിയായി. ഉച്ചകള്ളി. എന്റെ ആദ്യത്തെ നമ്പറിൽ തന്നെ ആ തരണിമണി വീണു. ഇപ്പൊ ചാവോ ഇയാള്? ആദ്യത്തെ നമ്പർ തന്നെ വിടാൻ. ഇയാര് വാമദേവനോ? അല്ല, പക്ഷേ ഇതിനേക്കാൾ ഭേദമാ. പോടാ പോടാ പട്ടി. ഓളെ പോയി കാറ്റടിക്കാൻ നോക്കി. അതെന്താ വാസിയേട്ടാ ഈ കാറ്റടിക്കുന്ന പരിപാടി? അതല്ലേ പോലെ പരിപാടി. നീ ശരമഞ്ചനം കണ്ടിട്ടുണ്ടോ? 14 പ്രാവശ്യം. നിന്റെ അച്ഛൻ അതിലുണ്ടായിരുന്നു. ആ പടത്തില് ജയൻ ചേട്ടൻ കുതിരയെ മസാജ് ചെയ്യുന്ന സീനുണ്ടായിരുന്നു. ശീലച്ചേച്ചിയുടെ നെഞ്ചിരിപ്പ് കൂട്ടാൻ. അതേപോലെ മാജിമാടം തയ്യക്കടയിലേക്ക് പോകുന്ന നേരമായാൽ ഇവിടെ ഒരു കാറ്റിലെ മത്സരം നടക്കും. മസിൽ പെരുപ്പിക്കാൻ. അത് ശരപഞ്ചരം, ഇത് വലിയ പഞ്ചർ. കണ്ണും കൈയും കാണിക്കാണ്ട് ചെത്താ നോക്ക് വാസുവേ. തുടങ്ങുവാണ്, ഐശ്വര്യമായിട്ടും തുടങ്ങുവാണ്. അതിനു മുമ്പ് ഗോപതമ്മയെ കണ്ട് അനുഗ്രഹം വായിക്കണമെന്നും തോന്നി. ആദരാജ്ഞകൾ നൽകി അനുഗ്രഹിക്കൂ. സൂക്ഷിച്ചു കയറണേ വാസു. എത്രയെത്ര തെങ്ങുകൾ, എത്രയെത്ര കള്ളുംപുറങ്ങൾ, എത്രയെത്ര വീഴ്ചകൾ. വീഴ്ചയോ? വീഴ്ചയല്ല, നേർച്ച. 10,000 തെങ്ങാറാണ്. എനിക്കൊരു നേർച്ചയുണ്ട്. ഞാനും കൂടി അല്ലട്ടോ.
നല്ല വീഴ്ചയായിപ്പോയി. വീഴ്ചയായിരുന്നോ? ഞാൻ വിചാരിച്ച വല്ല നേർച്ചയായിരിക്കുന്നു. അയ്യോ നടുവേ. അല്ലെങ്കിൽ ഇന്ന് ദിവസം കൊള്ളത്തില്ല. ശനിയാഴ്ചയല്ലേ? തിങ്കളാഴ്ച ആയിക്കോട്ടെ. നല്ല ദിവസം കൂടി കയറാം. വരട്ടെ. അയ്യോ തിങ്കളാഴ്ച നീങ്ങണേ. അല്ല വരണേ. ഇടങ്കാലം വയ്ക്കുന്ന സൈക്കിളാം മനുഷ്യനെ നാണം കെടുത്താൻ. ഇക്കണക്കിന് ഇയാള് തെങ്ങിന്റെ മുകളിൽ എത്തലും പരിപാടി ഉണ്ടാവില്ല. ലതേ, എനിക്ക് 2 ബ്ലൗസ് തയ്ക്കാനുണ്ട്. എവിടെയാ നല്ലത്? മാഗി മേഡത്തിന് കടയിൽ കൊടുക്കാൻ ചേച്ചി. വൈകിട്ട് ലൈബ്രറിയിൽ നിന്ന് വരുന്ന വഴിക്ക്. ഹലോ. എങ്ങോട്ടാ? വെല്ലോ മരല്ലാണ്ട് എന്റെ ഒരു പടം വരച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇത് തീർക്കട്ടെ. നിന്റെ പടം നാളെ ആവാം. നമ്മുടെ വാടക വീട്ടിലേക്കാന്ന് തോന്നുന്നു. പുതിയ താമസക്കാരാ. അതെയോ? അമ്മായി പറഞ്ഞിരുന്നു രാവിലെ. ബാങ്ക് മാനേജർ അത്രേ. വേവാട്ടെ. സൂക്ഷിച്ച് 4 കാലിലെ കാട്ടില്ല. തട്ടിമുട്ട കാലോടിക്കാൻ ഒടുക്കി ഞാൻ കാല്. തോന്നതിനോട് ഞാൻ പ്രത്യേകം പറയാൻ സമ്മതിച്ചത്. ബാങ്ക് മാനേജർ കുടുംബമാണ്. വാടകയൊക്കെ പേരിന് മാത്രം മതി. നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ വേണ്ട നോക്കി നടത്താൻ. ഇവർക്കൊക്കെ എങ്ങനെയാ? അതിനിപ്പോ എന്ത് കണക്ക് പറയാനാ? ഇങ്ങനെ നമ്മുടെ പിള്ളേരല്ലേ. അപ്പം എന്ത് എളുപ്പമാണെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. വാസു പെരപ്പുറത്തുണ്ട്. അല്ല, വിളിപ്പുറത്തുണ്ട്. നന്ദു എവിടെ? അങ്ങോട്ട് മാറുന്നു. നന്ദു, നന്ദു, നിനക്ക് വേണ്ടിയിട്ടാ അച്ഛൻ ഈ നാട്ടിൻപുറത്തേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു മേടിച്ചത്. നിനക്ക് ടൗണിൽ നിന്ന് മാറണം, മനസ്സിന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെന്ന് വെച്ചു. ഇനി ഒന്നും ഓർക്കണ്ട, ഒക്കെ മറക്ക.
എവിടേക്കാ രാവിലെ മോണിയോക്കാണോ? കുറച്ച് പാല് വാങ്ങിക്കണമായിരുന്നു. ഇവിടെ എവിടുന്നാ കിട്ടുക? ഡോണ്ട് വറി, പേടിക്കണ്ട, കള്ളല്ല, പാല് തന്നെയാ. മിൽമ മിൽമ മിൽമ. ഇവിടെ പൊറോട്ട പോകുന്ന കടയിലാ പാല് വരുന്നത്. രണ്ടടി നടന്നാ മതി. ഇന്നായതുകൊണ്ട് ഞാൻ നേരിട്ട് കൊണ്ടുവന്നതാ. ഇനി എന്തെങ്കിലും എളുപ്പമാണെന്നുണ്ടെങ്കിൽ വാ എന്ന് വിളിച്ചാൽ മതി. അടുത്തുണ്ട്. എനിക്ക് കുറച്ച് നല്ല മണ്ണ് കിട്ടുമോ? മണ്ണോ? മഹാബലിയോട് പണ്ട് വാമനൻ 3 അടി മണ്ണ് ചോദിച്ച പോലെ വല്ല ആണോ? തനിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അതല്ല, ഞാൻ സ്കൾപ്ചർ ഉണ്ടാക്കാൻ. കളിക്കണോ? ആ, സ്കൾപ്ചർ, ഈ ശില്പങ്ങൾ. ഓ, ശില്പിയാണല്ലേ? കൊത്തുപണി. അതെ. ഒന്നും ചിലർ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. പക്ഷെ അമ്മക്ക് മുറം കിട്ടണം. മൊറോ? മുറം. മുറത്തിൽ കയറി കൊത്താൻ മുറം വേണ്ടേ? ഞാൻ പറഞ്ഞത് അതല്ല, ഈ ക്ലേ മോഡലിംഗിന്റെ കാര്യ. കോളേജിൽ പഠിക്കുമ്പോ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പം. തവളയാട്ടത്തിന്. ചിരിക്കണ്ട. പണ്ടൊക്കെ തവളയാട്ടത്തിനും കുതിരചാട്ടത്തിനും ഒക്കെ ആയിരുന്നു മത്സരങ്ങള്. മനസ്സിലായോ? പക്ഷേ ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? മതിലിയാട്ടമല്ലേ, മതിലിയാട്ടം. അത് പോട്ടെ. 3 അടി മണ്ണല്ലേ, ഞാൻ കൊണ്ടുവരാം. പശാന്നുള്ള മണ്ണ് കശകശാന്ന് ശില്പങ്ങളുണ്ടാക്കാം. ഞാൻ പോയിട്ട് വരട്ടെ. കള്ളൂറ്റു പെണ്ണെ കൊഞ്ചി കുഴഞ്ഞു നീ കള്ളൂറ്റു പെണ്ണെ കൊഞ്ചി കുഴഞ്ഞു നീ കള്ളൂറ്റു. നോക്ക് ചേച്ചി, അതാ വല്ല വട്ടനാവും ചേച്ചി. ബാങ്ക് മാനേജർ മോനാന്നാ തോന്നണേ. പുഴക്കരെ കണ്ടതേ. നിനക്കെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഇവിടുത്തെ ആളല്ലേ, മുഖം കണ്ടാൽ അറിയാം. വായി നോക്കി പോ ചേച്ചി. അല്ലെങ്കിൽ ആ വാസിനോട് ചോദിക്കാമല്ലോ. ചോദിക്കാം ഈ ചേച്ചി. എന്റെ കരളെ, നാളെ 10 മണിക്ക് ടൗണിൽ വരണം. മ്യൂസിയത്തിന്റെ അടുത്ത്. സ്വന്തം കൃഷ്ണൻകുട്ടി.
അയ്യോ, ദാശായണി ചേച്ചിയുടെ പശുവിനെ ഒന്ന് മാറ്റി കിട്ടാൻ പറഞ്ഞിരുന്നു. മാളയിലെ കല്യാണം കഴിഞ്ഞ് അവര് വന്നാ പിന്നെ ചെവിതല് കേക്കില്ല. ഞാൻ ഇപ്പൊ വരാച്ചി. ലതേ, ഞാൻ ഇപ്പൊ വരാം. പശുവിനെ ഒന്ന് മാറ്റി കിട്ടട്ടെ. നന്നായിട്ടുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. എന്താ ചേച്ചി? റോഡിൽ പുല്ല് മുളക്കുന്നതിന് പകരം ആണി മുളക്കുന്നുണ്ടോ? ഹോ, എന്റെ കർത്താവെ, ഒടുക്കത്തൊരു പഞ്ചറ്. ടുഡേ ഹോളിഡേ. ഇതെന്താ ഒരു പതിവില്ലാത്ത ഹോളിഡേ? ആ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്ത് കാര്യമുണ്ട്? ഭയങ്കര പരവേശം. വല്ലാത്ത കാഴ്ചയായിരുന്നു. അതെയോ? എങ്ങോട്ടാ കൃഷ്ണൻകുട്ടി? ഒരു 5-8 കിലോ മൈദ വാങ്ങണം. ഞാനും ഉണ്ടാക്കും ദോശ, പൊറോട്ട. നീ പോയിട്ട് വാ. ആരാ? വീട്ടുപാടോ വാങ്ങിക്കാൻ? ആ, ലതയാണല്ലേ? ഗോമതിയമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. നിക്കോട്ടോ. ആരാത്? മീര ചേച്ചി, ഗോമതിയമ്മയുടെ മോളാ. എന്താ അവിടെ നിക്കണേ? ഒന്ന് കേറിയിട്ട് പോവാൻ കുട്ടിയെ. പരസ്യ കമ്പനിയിൽ ജോലിയല്ലേ? അതെ. അമ്മ പറഞ്ഞിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? 2-3 പെയിന്റിങ്സ് ഉണ്ട്. ഒന്ന് ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം. നോക്കട്ടെ. നീ വന്നോ? എന്റെ മോനാ നന്ദു. കുറച്ച് പടം വരെയൊക്കെ ഇവന്റെ കയ്യിലുമുണ്ട്. പ്ലേ മോഡലിങ്ങിലും പെയിന്റിങ്ങിലും ഒക്കെ യൂണിവേഴ്സിറ്റി വിന്നറാ. ഹൗസുകളുടെ മോളാ. ഇത് ഞാനും കുറേശ്ശെയൊക്കെ കുത്തിവരയ്ക്കുന്ന കൂട്ടത്തിലാ. നന്നായിട്ടുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. അയ്യോ, അപ്പൊ ഇത് നിലത്തിട്ട് ചവിട്ടി കൂട്ടോ? എന്താ ഇങ്ങനെ? നന്ദുവിനറിയാം. എന്താ കുട്ടിയെ, ഇവ വല്ല ശരീരം കാണിച്ചോ? അങ്ങനെയൊന്നുമില്ല. കുട്ടിയൊന്നും കാര്യാക്കരുത്. അവന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള സമയാ. മനസ്സ് ശരിയല്ല. അതാ അവൻ.
വിഷമങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എല്ലാം മറക്കാ വേണ്ടത്. പെണ്ണായി ഞാൻ പോലും അങ്ങനെയാ. എന്നിട്ടാണോ ആൺകുട്ടികള്? സോറി. സാരില്ല. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാണ്ട് ആളുകളായിട്ട് മിണ്ടിയും പറഞ്ഞു നടക്കുക, അതാ വേണ്ടത്. ആ, ഒരു ദിവസം വീട്ടിലേക്ക് വരൂ. കാണാനും മാത്രം ഇല്ലെങ്കിലും കുറച്ച് പെയിന്റിങ്സ് അവിടെയുണ്ട്. വരാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ വരണം. വിഷമങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എല്ലാം മറക്കുക വേണ്ടത്. പേടിച്ചു. ഒച്ച കേട്ടിട്ടല്ല, മോന്ത കണ്ടപ്പോ പേടിച്ചു. നിനക്ക് കാണാൻ ഇവിടെ ആരുമില്ല. അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക. എനിക്കറിയാം. ശിവശങ്കർ ഞങ്ങൾ രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിരുന്നു. ചേലക്കരയിലെ കല്യാണത്തിന് പോണെന്ന് പറഞ്ഞിട്ട് അങ്കിളും മാധവി ആന്റി വീട്ടിലേക്ക് വരികയും ചെയ്തു. അച്ഛനും അമ്മയും അവരുടെ കൂടെ പോവുകയും ചെയ്തു. ഞാൻ പതുക്കെ മുങ്ങി. എന്നിട്ട് ഇവിടെ പൊങ്ങുകയും ചെയ്തു, എന്നെ ബുദ്ധിമുട്ടിക്കാൻ. നീ അങ്ങോട്ട് മാറി നിൽക്ക് രശ്മി. ഇങ്ങനെയുണ്ട് ആൺകുട്ടികള്. സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുറപ്പിച്ച കുട്ടി. മറ്റാരുമില്ലാത്ത നേരത്ത് തനിച്ച് ഒരു ആൺകുട്ടിയുടെ മുറിയില് എങ്ങനെ അങ്ങ് വന്നു നിന്നാലേ അയാൾ ആൺകുട്ടിയാണെങ്കിൽ എന്താ ചെയ്യാ? എന്തായാലും കളിമണ്ണും കുഴിച്ചോണ്ടിരിക്കില്ല, അതുറപ്പാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാ അതിപ്പോ മതി മതി. എന്റെ MA എക്സാമിന്റെ റിസൾട്ട് ഇന്നോ നാളെ വരും. പിന്നെ ഒരു ജോലി തരാക്കണം. അത് കഴിഞ്ഞ് ഒരു താലി വാങ്ങി ഒരു കുരങ്ങത്തി പെണ്ണിന്റെ കഴുത്തി കെട്ടണം. അതുവരെ ഈ കളിമണ്ണും കൊച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നോളാം പെണ്ണെ. ഞാൻ പോണോ? നിക്ക്. എനിക്ക് പോണം. ഗിറ്റാർ ക്ലാസ് ഉണ്ട്. അതെ, നന്ദു എസ് മേനോൻ. അതെ, MA ഇംഗ്ലീഷ്. സെക്കൻഡ് റാങ്കോ? താങ്ക് യു സർ. നന്ദു, നന്ദു, നന്ദു.
ആരാ? വാടക വീട്ടിൽ പുതിയതായി വന്ന ഓ, മനസ്സിലായി. പെയിന്റിങ്സ് കാണാൻ ഒരു ദിവസം വരാൻ പറഞ്ഞിരുന്നു. നേരെ മുകളിലുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. ആ നന്ദു വരൂ. എങ്ങനെയുണ്ട് എന്റെ പണിശാല? നന്നായിട്ടുണ്ട്. ആ, ഇത് മുഴുമിപ്പിച്ചില്ലല്ലോ. ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞാനൊരു വട്ടു മനുഷ്യനോട് അയാൾ ഉണ്ടാക്കിയ സ്കൾപ്ചർ നന്നായി എന്നൊന്ന് പറഞ്ഞു പോയത്. അതിന് അയാൾ ഉണ്ടാക്കിയ പുകില് ഓർമ്മയുണ്ടോ? അതിനുള്ള പ്രായശ്ചിത്തം ഇയാള് ചെയ്യണം. ഇയാള് കാരണം മുഴുമിപ്പിക്കാതെ പോയ പെയിന്റിംഗ് ഇയാള് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോ. അയ്യോ, ഞാനോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ആ, തന്റെ അമ്മ പറഞ്ഞതാണ് താൻ പെയിന്റിങ്ങിലും ക്ലേ മോഡലിങ്ങിലും യൂണിവേഴ്സിറ്റി വിന്നറാണെന്ന്. അതുകൊണ്ടേ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. അയ്യോ, ഒരു മിനിറ്റ്. ആകെ വൃത്തികേടായി. എന്താ? ഏയ്, ഒന്നുമില്ല. ഞാനിത് കൊണ്ടുപോവാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അമ്മായി കാലൊന്നും നീട്ടി വെച്ചേ. എന്താ, ചൂട് കൂടിപ്പോയോ? ഇല്ല, സാരല്ല. ബ്രോക്കർ ദിവാകരന്റെ അടുത്ത് ഇത്തവണ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മായി, എന്തിനാ? നിന്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തമൊക്കെ ഉണ്ടല്ലോ. മീരയുടെ കാര്യമായിരുന്നു ഒരു മനപ്രയാസം. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ സഹായം കൊണ്ട് അത് അങ്ങോട്ട് ശരിയായി. ഇനി നിനക്കും കൂടെ ഒരു ബന്ധം ശരിയാക്കിയ എനിക്കൊരു സമാധാനവും. പെട്ടെന്നൊരു കല്യാണം വേണ്ട. എന്താ അത്? അത് പിന്നെ അമ്മേ, അടഞ്ഞു കിടക്കുക. എന്താ ചെയ്യാ? പിന്നെ പുറത്ത് ഓല വെച്ച് കെട്ടിയിട്ടുണ്ട്. തൽക്കാലം കുളിമുറി, പുതിയ കുളിമുറി, ഓല കുളിമുറി. ഇവിടെ കുളിമുറി ഔട്ട്ഡോർ ആക്കി. ഭവാനെ, ഈ ലോകത്തിന്റെ മുക്കിനും മൂലയിലും തെങ്ങുമരങ്ങൾ നട്ടുപിടിപ്പിച്ച് അങ്ങയോട് ഈ പ്രപഞ്ചത്തിലെ സകലമായ ചെത്തുകാരെ നാമധേയത്തിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി പരമ്പൊരുളേ, നന്ദി പരമ്പൊരുളേ, നന്ദി. ഒരാളും കാണുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. ഗോവിന്റെ വടക്കാഞ്ചേരി ഉത്സവം കാണാൻ പോയതല്ലേ, പിന്നെ ഇങ്ങനെ ഇന്ന് കടമുടങ്ങണേ? അത് നോക്കിയിട്ട് എന്റെ കാര്യം. ഒരു ചായ. അംബുജപ്രസാദവും നെറ്റിലും അവിടെ ഇവിടെയൊക്കെ വരത്തേച്ച്.
കണ്ടോ? ഉത്സവമൊക്കെ കഴിഞ്ഞോ തോന്നുന്നു ചേട്ടാ? ഇല്ല പോയേ, വെടിക്കെട്ട് ബാക്കിയുണ്ട്. അത് നിനക്കായിട്ട് ബാക്കി വെച്ചിരിക്കുക. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയ്ക്കല്ലത് കട, പല കട കണ്ടത് കടയ്ക്കല്ലത് കട, രൂപം പോലൊരു കട, ഇത് കടയാണത് കടയാ, കടയാണത് കടയാ. കടയുടെ സുന്ദരിയ അമ്പുചാട്ടി ഇനി മുതലേ കടയുടെ ആരും കാണില്ലേ, ആരും കാണില്ലേ. ചായക്കട കൂട്ടിയിറക്കി കടമുടക്കിയ വോട്ട് ഇനി മേലിൽ ഗോവിന്ദേട്ടൻ കുളിച്ചില്ലേ, ഓട്ടയടിച്ചില്ലേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലത് കട, പല കട കണ്ടത് കടയല്ലത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണത് കടയാ, കടയാണത് കടയാ. കടപഴുപൊരു കൊട്ടയിലുണ്ട്, ആൽക്കുണ്ടിയിൽ മാത്രമുണ്ട്. അത് രാവിലെ കട്ടനടിക്കാൻ വന്നവരായി വന്നോരോ പുറകെ ചാടിയടിക്കുന്നേ. കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലത് കട, പല കട കണ്ടത് കടയല്ലത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണത് കടയാ, കടയാണത് കടയാ. കടയുടമ ഗോവിന്ദേട്ടനും സുന്ദരിയ അമ്പുചാട്ടി ഇനി മുതലേ കടയുടെ ഉള്ളിൽ ആരും കാണില്ലേ, ആരും കാണില്ലേ. ചായക്കട പൂട്ടിയടക്കി കടമുടക്കി പകം തൂക്കി ഇനി മുതൽ ഗോവിന്ദേട്ടൻ കടയാണോ കട പോലൊരു കട, പല കട കണ്ടത് കടയല്ലത് കട, പല കട കണ്ടത് കടയല്ലത് കട, കടരൂപം പോലൊരു കട, ഇത് കടയാണത് കടയാ, കടയാണത് കടയാ. കടപഴുപൊരു കൊട്ടയിലുണ്ട്, പാൽക്കണ്ടിയിൽ വാട്ടകമുണ്ട്. അത് രാവിലെ കട്ടനടിക്കാൻ വന്നവരായി വന്നോരാ കുട്ടിക്കടലെ പാലിത്തട്ടുന്നേ. ഞാനൊന്നും ചെയ്യില്ല കാല, നിന്റെ അമ്മ കൂടെ പൊടിക്കും. ഇനി നമ്മുടെ കടയിൽ പൊറാട്ട വേണ്ട, ഇന്ന് കട മുടക്കവും വേണ്ട. നീ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ല. ആ നന്ദു, വാടക വാങ്ങാൻ ആള് വരും. രൂപ മേശവരിപ്പിൽ വെച്ചിട്ടുണ്ട്, എടുത്തു കൊടുക്കണം. ആ പണപ്പിരിവിന് ഇറങ്ങിയതാ വാടക പിരിക്കാൻ. ലത അവളുടെ വീട്ടിൽ പോയിരിക്കുക. കാശ് പിരിക്കണ പണി അമ്മ എന്നെ ഏൽപ്പിച്ചു. വരൂ, എന്റെ സ്കൾപ്ചേഴ്സും കാണാലോ. ആ വരൂ. മുറി നിറച്ച സ്ത്രീകളാണല്ലോ, പറ്റിയ കൂട്ട്.
ഇതൊക്കെ കാണുമ്പോ എന്റെ ഒരു പോർട്രേറ്റ് ചെയ്യിച്ചാലോ എന്ന് തോന്നുക. പറ്റോ? പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ കുറെ സമയമെടുക്കുന്ന കാര്യമാണ്. ഇപ്പൊ വേണമെങ്കിൽ ഒരു പെൻസിൽ സ്കെച്ച് നോക്കാം. 5 minutes. 5 minutes? അത് വെറുതെ. പോളൂ. ഒളിവൊന്നുമല്ല, 5 minutes കൊണ്ട് ഞാൻ സ്കെച്ച് ചെയ്ത് തരാം. എന്നാലൊന്ന് നോക്കണല്ലോ. ഞാൻ റെഡി. ഞാനും റെഡി. പെൻസില്. അയ്യോ, കട്ടർ. ബ്ലേഡ് എങ്കിൽ ബ്ലേഡ്. നിമിഷകവി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ചിത്രം വരയ്ക്കുന്ന കാര്യത്തിലും അങ്ങനെ ഒരാളുണ്ടെങ്കിലേ കണ്ടിട്ട് തന്നെ കാര്യം. നടക്കാത്ത കാര്യമാണെങ്കില് ഏറ്റു പറഞ്ഞോളൂ കേട്ടോ. അല്ലെങ്കിലേ യൂണിവേഴ്സിറ്റി വിന്നറുടെ പേര് ഞാൻ നാറ്റിച്ചു കളയേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൈ വല്ലാതെ വിങ്ങുന്നു. തല എപ്പോഴും കറങ്ങുന്ന പോലെ. കുറച്ചു നേരം കിടന്നോളൂ, എല്ലാം ശരിയാവും. എന്നിട്ട് അപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് ടൊബിലങ്ങ് പ്രാവായി. മാജിക്കാരുടെ ഒരു കാര്യേ. എവിടേക്കാണ്? ലൈബ്രറി പോണം. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ലതേ, നീ വരുന്നുണ്ടോ? ഹലോ, പിള്ളച്ചേട്ടാ, ഞാൻ നീതയാണ്. എനിക്ക് അത്യാവശ്യമായി പിള്ളച്ചേട്ടനെ ഒന്ന് കാണണം. ഞാനും കുട്ടിയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. നാളെ തന്നെ.